എലൈൻ കുർത്തിയാണ്. അത് വെറും എലൈൻ കുർത്തിയല്ല, പ്രിൻസസ് കട്ട് എലൈൻ കുർത്തി. അതും നൈറ്റി മെറ്റീരിയലിൽ നല്ല ഫ്ലെയറോട് കൂടിയ പ്രിൻസസ് കട്ട് എലൈൻ കുർത്തി. പ്രിൻസസ് കട്ട് അല്ലാത്ത തുണിയിൽ തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് തയ്യൽ കാണാൻ പറ്റത്തില്ല. ഈ ഡിസൈനുള്ള തുണിയിൽ തയ്ക്കുമ്പം തയ്യൽ കാണാൻ പറ്റാത്ത കൊണ്ടാണ് ഞാനിന്ന് ഒറ്റ കളറിൽ പ്രിൻസസ് കട്ട് കാണിക്കാനായിട്ട് വന്നിരുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ വന്നു. സാലി റോസിൻ്റെ പുതിയ കട്ടിംഗ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഐറ്റം എന്താണ്? ക്രിസ്മസ് അല്ലേ വരുന്നത്. ഒരു ചുരിദാറൊക്കെ നമുക്ക് തയ്ച്ചിടട്ടെ. ഒരു വെറൈറ്റി ചുരിദാർ, വെറൈറ്റി ഒന്നും അല്ല എങ്കിലും ഇതാ നൈറ്റി മെറ്റീരിയലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 3 മീറ്ററിൻ്റെ ഇതിലാണ് നമ്മൾ ഇന്ന് കുർത്തി തയ്ക്കുന്നത്. എന്ത് കുർത്തിയാണെന്നറിയാവോ? ഇന്നെന്താ? എലൈൻ കുർത്തിയാണ്. അത് വെറും എലൈൻ കുർത്തിയല്ല, പ്രിൻസസ് കട്ട് എലൈൻ കുർത്തി. അതും നൈറ്റി മെറ്റീരിയലിൽ നല്ല ഫ്ലെയറോട് കൂടിയ പ്രിൻസസ് കട്ട് എലൈൻ കുർത്തി തയ്ക്കാം. കൂടെ ഇപ്പോൾ ഒരു വീഡിയോയിലിട്ട് പോകാം. ശ്രദ്ധിച്ചിരിക്കണം. എങ്ങനെയാണ് മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുന്നത് നോക്കണം. അതിന് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ. നൈറ്റി മെറ്റീരിയൽ എന്ന് പറയുമ്പം 290 ആയിരിക്കും. ഓൾമോസ്റ്റ് 90% തുണികളും 290 കടയിൽ നിന്ന് കിട്ടിയതുപോലെ തന്നെ ഞാനത് നിവർക്കുന്നു. കണ്ടോ? നിവർത്തി ഇങ്ങനെ നിവർത്തി കിട്ടും. അപ്പൊ ഇത് 2 പീസാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവിടെ 2 പീസാണ്. ഈ പീസ് ഞാൻ തുറക്കാതെ തന്നെ ഇതിനെ ഇതുപോലെ തന്നെ വെച്ചിട്ട് 2ആയിട്ട് മടക്കുക. അപ്പൊ നമുക്ക് കിട്ടിയതുപോലെ തന്നെ ഞാൻ ആദ്യം നിവർത്തിയതുപോലെ തന്നെ മടക്കിയിടുന്നു. അപ്പൊ നേരെ 2ആയിട്ട് മടക്കിയിടുന്നു. ഇവിടെ വരെ നിങ്ങൾക്ക് സംശയങ്ങളൊന്നുമില്ലല്ലോ. ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം, ഈ കഴിഞ്ഞ ദിവസം ഒരു കമന്റ് കണ്ടു. ഏതോ ഒരു കുഞ്ഞ് ചോദിച്ചിരിക്കുന്നു, പല പ്രാവശ്യവും മെറ്റീരിയൽ പല സൈസിലാണല്ലോ ടീച്ചർ ഇടുന്നതെന്ന്. ശരിയാ, 4 പ്രാവശ്യം തയ്ക്കുമ്പോഴും 4 സൈസിലാണ്. കാരണം മെറ്റീരിയലിന്റെ ലഭ്യത, വീതി കൂടുതലുള്ള വെറും 1.5 മീറ്റർ തുണിയിൽ വേണമെങ്കിൽ നമുക്ക് ചുരിദാർ തയ്ക്കാം. നിങ്ങൾക്കറിയാവോ, 2 മീറ്റർ പോലും വേണം നിർബന്ധമില്ല. അപ്പൊ അങ്ങനെ പല സൈസിലെ തുണി കിട്ടുമ്പം അതനുസരിച്ച് നമ്മൾ മടക്കി വരും. ഇപ്പൊ ഇത് നൈറ്റി മെറ്റീരിയലെല്ലാം തന്നെ ഏതാണ്ട് ഇതുപോലെ തന്നെ ആയിരിക്കും മടക്കുക. ചിലപ്പോൾ നിവർത്തിൽ നമുക്ക് വേണേൽ ബാക്കും ഫ്രണ്ടും വേറെ എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ ഞാനിത് ഒന്നിച്ചിട്ടിട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചല്ലോ. അപ്പൊ തുണി 2ആയിട്ട് നീളത്തിൽ 2ആയിട്ട് മടക്കിയിട്ട് വിലങ്ങനെ വീതിപ്പടി ഒന്നുകൂടെ മടക്കിയിട്ടു. അപ്പൊ നമ്മുടെ അളവ് തുടങ്ങുന്നത് എപ്പോഴും ഈ ഓപ്പണിംഗ് ഭാഗത്തു നിന്നായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ തുറന്നിരിക്കുന്ന ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ അളവ് തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് വേണ്ട ഇറക്കം എത്രയാണോ അത്ര എടുത്തിട്ട് ബാക്കി ഭാഗത്തു നിന്ന് നമുക്ക് കൈ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ആരംഭിക്കുന്നു. മൊത്തം നമുക്ക് 57 ഇഞ്ചുണ്ട്. അതിൽ ഞാൻ 46 ഇഞ്ചാണ് നമ്മുടെ ചുരിദാറിന്റെ ഇറക്കമായിട്ട് എടുക്കുന്നത്. 46 ഇഞ്ചാണ്. 46 ഇഞ്ചിൽ അടയാളപ്പെടുത്തുന്നു. 46 അടയാളപ്പെടുത്തുന്നു. നമുക്ക് അത്രയും ഒന്ന് വരച്ചെടുത്തേക്കാം. ഇതിന്റെ ഫ്രണ്ട് പാർട്ട് എന്നല്ല, ഈ നെക്ക്, ആം ഹോള്, ഈ ഭാഗം കട്ട് ചെയ്യുമ്പോൾ പല കാര്യങ്ങൾ പറയും. എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് ഒരുപാട് പേര് പല സംശയങ്ങൾ ചോദിച്ച് എൻ്റെ ഉത്തരം പറയാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ സംശയം എല്ലാം എൻ്റെ ഓർമ്മയിലില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ നിൽക്കുന്ന, ഞാൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഏതാനും നിങ്ങളുടെ സംശയങ്ങളുടെ ഉത്തരം കൂടെ ഞാൻ പറഞ്ഞുകൊണ്ടാണ് വീഡിയോ മുന്നോട്ട് പോകുന്നത്. ആദ്യമേ നമുക്ക് ഞാൻ മാർജിനിട്ട് നമുക്ക് അതങ്ങ് കട്ട് ചെയ്ത് കളയാം. നമ്മളിവിടെ നിന്ന് ആരംഭിക്കുന്നു. ഏറ്റവും ആദ്യത്തെ സംശയം ഏറ്റവും കഴിഞ്ഞ ദിവസത്തെ ഒരാൾ ചോദിച്ചതാണ്. അതായത്, എളുപ്പത്തിൽ ഷോൾഡർ കണ്ടുപിടിക്കാൻ വല്ല സൂത്രവുമുണ്ടോ ടീച്ചർ എന്ന് ചോദിക്കും. ചിന്തിച്ച് സമയം കളയണ്ടല്ലോ. അതുപോലെ ഉടനെ അടുത്ത ചോദ്യം, ടീച്ചറെ നെക്കിന്റെ വിഡ്ത്തും ലെങ്തും കണ്ടുപിടിക്കാൻ വല്ല സൂത്രമുണ്ടോ എളുപ്പത്തിൽ? ആലോചിച്ചല്ലേ ഒത്തിരി സമയം പോകും.
ഞാനിതിന് എന്താ ഉത്തരം പറയുന്നത്? കേൾക്കുന്നവരൊക്കെ ഉത്തരം പറഞ്ഞു. നെക്കിന്റെ വിഡ്ത്തും ലെങ്തും കണ്ടുപിടിക്കാൻ സൂത്രമുണ്ടോ? ഷോൾഡർ കണ്ടുപിടിക്കാൻ സൂത്രമുണ്ടോ? ഷോൾഡർ തന്നെയാണ്. ഒരാളുടെ ഷോൾഡർ അറിഞ്ഞാലില്ലേ നമുക്കത് വെട്ടാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മളൊരു ഏകദേശ അളവ് വെച്ച് കുറേ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ നമ്മുടെ അറിവ് വെച്ച് നമ്മൾ ആ ഷോൾഡർ കണക്ക് കൂടുക. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്, അല്ലേ? അപ്പം നമുക്ക് ഇവിടെ ഷോൾഡർ കണ്ടുപിടിക്കാൻ സൂത്രം ഉണ്ടെന്ന് ചോദിച്ചാൽ ഷോൾഡർ എന്തിനെയെല്ലാം ആശ്രയിച്ചിരിക്കുന്നു? നമ്മൾ ഒരാളുടെ ഷോൾഡർ, ഇപ്പോൾ എൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് 16, അതായത് 8 നമ്മൾ എടുക്കേണ്ടത്. എനിക്കിപ്പം ഞാൻ ചുരിദാർ തയ്ക്കുമ്പോൾ 8 എടുക്കുമോ? ഇല്ല. അത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? എടുക്കുന്ന നെക്കിൻ്റെ വിഡ്ത്തിനെയും ലെങ്തിനെയും അല്ലെ ഡെപ്തിനെയും ആശ്രയിച്ചാണ് ഷോൾഡർ ഇരിക്കുന്നത്. അല്ലാതെ അതൊരിക്കലും കണ്ടുപിടിക്കാൻ സൂത്രമാക്കിയില്ല. അതാദ്യം എന്നോട് ചോദിച്ച ആള് ചിന്തിക്കുക കേട്ടോ. ഇതെല്ലാം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? നമ്മൾ എടുക്കുന്ന അളവുകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഏത് സൈസിൽ ഡ്രസ്സ് തയ്ക്കണം എന്നതിനെ ആശ്രയിച്ച കുറേ കൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന നല്ല ഭാഷയിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനല്ല മനസ്സിലാക്കാൻ വേണ്ടി കേട്ടോ. അതുകൂടെ ശ്രദ്ധിക്കണേ. അപ്പം ആദ്യം ഇത് പ്രിൻസസ് കട്ട് ബ്ലൗസ് ചുരിദാറാണ്, കുർത്തിയാണ്. ഓർത്തോണം, എ ലൈൻ പ്രിൻസസ് കട്ടാണ്. ഞാൻ നെക്ക് ഡിസൈൻ ചെയ്യുന്നില്ല. എങ്കിലും നിങ്ങൾക്കറിയാം ഞാൻ നെക്ക് ഏറ്റവും മിനിമം 3.5 എടുക്കും. അതിപ്പോൾ ഞാൻ വീനെക്കായാലും യൂനെക്കായാലും 3.5 തന്നെ എടുക്കുന്നു. അപ്പം 3.5 എന്ന് പറയുന്നത് ചെറുതല്ല. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ചെസ്റ്റ് 39. അപ്പം നമുക്ക് വേണേൽ 40 എഴുതാം. ഞാൻ എളുപ്പത്തിന് 40 എഴുതുകയാണേ. ചെസ്റ്റ് എത്രയാണ്? 40. ചെസ്റ്റ് 40, ബസ്റ്റ് 42, ഷേപ്പ് 36, അതുപോലെ ഹിപ്പ് 42. ഈ മെഷർമെൻറ്റിലുള്ള ആൾക്കാണ് ഇത് തയ്ച്ചു പോകുന്നത്. ചെസ്റ്റ് 40, ബസ്റ്റ് 42, ഷേപ്പ് 36, ഹിപ്പ് 42. ഇനിയും ഷോൾഡർ 8. ഇനി നമുക്കെന്താ അറിയണ്ടേ? ആം ഹോൾ റൗണ്ട് 17.5. ആം ഹോൾ റൗണ്ട് 17.5. ഇതെല്ലാം ഒരാളുടെ ശരീരത്തിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാം എന്നെല്ലാം ഞാൻ കൃത്യമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. എപ്പോഴും ഞാൻ എങ്ങനെ ഇത് ഓരോന്ന് എടുത്തെടുത്ത് കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഇത് കാണിക്കുന്നില്ല കേട്ടോ. തൊട്ട് പുറകോട്ട് നിങ്ങൾക്ക് നോക്കിയാൽ ഒരുവിധപ്പെട്ട ചുരിദാർ തയ്ക്കുന്നതിനകത്തെല്ലാം ഞാൻ എൻ്റെ സ്വന്തം ശരീരത്തിൽ നിന്നും വേറെ ആൾക്കാരുടെ ശരീരത്തിൽ നിന്നും ഒക്കെ എടുത്ത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് ഇത് അങ്ങനെയുള്ള അളവാണ്. ഇനിയും ചോദിക്കും, ബോഡിയിൽ നിന്നാണോ തുണിയെന്നാണോ ചോദ്യം. ബോഡിയിൽ നിന്നാണോ തുണിയാണെന്നോ? ബോഡിയിൽ നിന്നുള്ള ഷേപ്പ് അളവാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പം ഒന്നുകൂടെ നമുക്ക് തിരിച്ചു വരാം. ഇത് നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 3.5. ഇപ്പം ഞാൻ ഡെപ്ത് എടുക്കുന്നില്ല. നമുക്ക് വീനക്കാണ് തയ്ക്കുന്നതെങ്കിൽ 7.5 വേണ്ടി വരും. അല്ല സാധാ യൂനക്കാണ് തയ്ക്കുന്നതെങ്കിൽ 6.5 വേണ്ടി വരും. ഇത് രണ്ടും മോശമല്ലാത്ത ഒരുവിധം ആവറേജ് ഇറക്കമാണ്. അപ്പോൾ ഇത് രണ്ടും ഇത്രയും ഉള്ളപ്പോൾ നമുക്ക് ഷോൾഡർ എത്ര വേണം? നിങ്ങൾ അറിയാവുന്നൊരു ഇപ്പം തന്നെ നിങ്ങൾ പറയും 8 വേണോ? വേണ്ട, നമുക്ക് 7.5 മതി. അപ്പം ഞാൻ ഷോൾഡർ എടുത്തെടുത്തു. ഷോൾഡർ എടുത്തിരിക്കുന്ന എത്രയാണെന്ന് നോക്കിയാൽ നിങ്ങൾ കറക്റ്റ് 7.5 ഷോൾഡർ എടുത്ു. അപ്പോൾ ഷോൾഡർ 7.5 എടുത്ത സ്ഥിതിക്ക് തീർച്ചയായിട്ടും ആം ഹോൾ ഡെപ്തും നമുക്ക് എത്ര എടുക്കാം? 7.5 തന്നെ എടുക്കാം. അപ്പം ഇവിടെ നിന്നും 7.5 തന്നെയാണോ അകലമെന്ന് നോക്കിയിട്ട് അടയാളപ്പെടുത്താവൂ. അപ്പം നമുക്ക് ഈ ലൈനുകളെ എല്ലാം ഒന്ന് ബന്ധിപ്പിച്ച് വരയ്ക്കാം. ഇത്രയും വരച്ചു. ആ ചെസ്റ്റ് ലൈന് നമ്മൾ ഈ 7.5 നിന്ന് മുന്നോട്ട് വരച്ചു. ഇത്രയും വരെ. ഇപ്പം ഞാൻ കഴുത്ത് അടയാളപ്പെടുത്തുന്നില്ല കേട്ടോ. അതുപോലെ ഞാനുള്ളത്. അപ്പം ഇനി നമുക്ക് വേണ്ടത്, നമുക്ക് അടുത്ത പ്രിൻസസ് കട്ടാൻ ഇതൂടെ പറഞ്ഞില്ല. ഇത് എത്ര വേണം നമുക്ക്? എത്ര ബസ്റ്റ് അളവ് ചെസ്റ്റ് അളവ് പറഞ്ഞേക്കുന്നത്? 40 അല്ലേ? 40ൻ്റെ കൂട്ടത്തിൽ നമുക്ക് എത്ര കൂടെ കൂട്ടാം? 40ൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ കൂട്ടുക. 42. 42ൻ്റെ 4/1 എത്രയാണ്? 10.5. ആ 10.5 മതി നമുക്ക്. ഇനി ബസ്റ്റ് അളവ് 42 എടുത്താലും നമുക്ക് എത്ര കിട്ടുന്നത്? 10.5 കേട്ടോ. അപ്പം ഞാൻ എത്ര എടുക്കുന്നുള്ളൂ? 10.5 നമുക്ക് മതി, ധാരാളം 10.5. പക്ഷേ ഇത് പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് നിങ്ങൾക്കറിയാം ഇവിടുന്ന് ഒരു കട്ട് വരും. ആ കട്ടിന് വേണ്ടി ഒരു 1/2 ഇഞ്ചും കൂടെ നമ്മൾ എക്സ്ട്രാ ഇവിടെ കൂടുതൽ എടുക്കണം. 1/2 ഇഞ്ചും കൂടി. എന്നിട്ട് നമുക്ക് സീം അലവൻസ് 1.5 ഇഞ്ച്.
പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് ഇവിടെ ഒത്തിരി ലുബ്ധിക്കേണ്ട, ഒരു സ്വല്പം അളവ് മുമ്പോട്ട് വേണം പുതിയ തയ്യൽക്കാർക്ക് കേട്ടോ. എന്ന് വിചാരിച്ച് ഒത്തിരി എളുപ്പമൊന്നും വേണ്ട. ഇത്രയും വരെ മനസ്സിലായല്ലോ. അപ്പം നമുക്ക് ഇതിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് നമുക്കിങ്ങോട്ട് ഇത് വരയ്ക്കാം. അപ്പം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ശരിയാണോ നമുക്ക് നോക്കാം. നമ്മുടെ അളവ് നമുക്കുണ്ടോ നോക്കാം. ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് താഴ്ത്തി നമുക്ക് 9 ഇഞ്ചുണ്ട്. 9 9 18 വരും. നമുക്ക് എത്ര മതി? 17. അപ്പം ഇത് ധാരാളം മതി. ഇനിയും നമുക്ക് ഇവിടെ നിന്ന് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഒരു 1/2 ഇഞ്ച് നമുക്ക് സ്ലോപ്പ് കൊടുക്കണം. 1/2 ഇഞ്ച് സ്ലോപ്പ് കൊടുക്കണം. അതും കൂടി നമുക്ക് വരച്ചിട്ടേക്കാം. ഇത്രയും പിടി കിട്ടിയില്ലേ? ഇനി നമ്മുടെ പ്രധാനപ്പെട്ട പ്രിൻസസ് കട്ടിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അപ്പക്സ് പോയിന്റ്, അതായത് നമ്മുടെ ബ്രസ്റ്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് മുകളിൽ നിന്ന് 10 അരയാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ എപ്പോഴും ഞാൻ പറയാറുണ്ട്, ചെറുപ്പക്കാർക്കാണെങ്കിൽ 10 അര എടുക്കണ്ട, 9.5 10 വരെയൊക്കെ എടുത്താൽ മതി. അപ്പം എന്നെപ്പോലെയും എൻ്റെ വലിപ്പവും എൻ്റെ പ്രായമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് എത്ര എടുക്കണം? 10 അര എടുക്കാൻ മറക്കല്ലേ. നമുക്ക് ആ 10 അരയിൽ ഒരു ലൈൻ വരയ്ക്കാം. നമുക്ക് ഈ 10 അരയിൽ നിന്നുകൊണ്ട് ബസ്റ്റ് അളവ് ഒരുപാട് ചെസ്റ്റ് അളവിനേക്കാൾ കൂടുതലൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി മുന്നോട്ട് നീട്ടി വരയ്ക്കാം. പക്ഷേ നമുക്ക് വലിയ വ്യത്യാസം, ചെസ്റ്റും ബസ്റ്റും തമ്മിൽ 2 ഇഞ്ചിൻ്റെ വ്യത്യാസമല്ല ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് അളകുന്നില്ല. ഈ 10 അരയിൽ കൂടെ തന്നെ പൊക്കോട്ടെ കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് വരയ്ക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇനി നമുക്ക് ഇവിടെ അടുത്തത് BP to BP. എന്നും പ്രിൻസസ് കട്ട് ബ്ലൗസ്, സാരി ബ്ലൗസോ ചുരിദാറോ തയ്ക്കുമ്പോൾ BP to BP എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് പോയിന്റുകൾ തമ്മിലുള്ള അകലം. അത് നമുക്ക് സ്വന്തം ശരീരത്തിൽ നിന്ന് അളവ് കണ്ടുപിടിക്കാം, മറ്റൊരാളുടെ അളക്കാം. അതിലൊക്കെ എളുപ്പമാർഗം എന്താണെന്നറിയോ? ചെസ്റ്റ് അളവിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 40/10 എത്ര? 4. അപ്പം ഇവിടെ നിന്ന് ആ 4 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ കണ്ടെത്തി ഒരു അടയാളം കൊടുക്കുന്നു. ഇത്രയും പരമ്പര കിട്ടിയില്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ പോയിന്റില്ലേ, ഈ പോയിന്റിൽ നിന്ന് 2 ഇഞ്ച് മുകളിലേക്ക് മാറ്റി നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു. ശ്രദ്ധിച്ച്, ഈ കോണറിൽ നിന്ന് എത്ര ഇഞ്ചാ? 2 ഇഞ്ച് മുകളിലേക്ക് മാറ്റി നമ്മളൊരു ലൈൻ വരച്ചിട്ട് നമുക്ക് ഈ പോയിന്റും കൂടെ ഒരു ചെറിയ കേർവായിട്ട് നമുക്ക് അടയാളപ്പെടുത്തണം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് വേണമെങ്കിൽ അതിലോട്ട് വെച്ച് ചെറിയ തോതിലൊരു അതിനെ ഒന്ന് വളച്ച് വരയ്ക്കാം. ഒത്തിരി വലിയ ഒരു കയറവ് വേണ്ട, എന്നാൽ ചെറിയ തോതിൽ വേണം താനും. കണ്ടോ? അതെ, ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ തന്നെ വേണം. നമ്മളെ പ്രിൻസസ് കട്ടിനൊക്കെ നമ്മളിങ്ങനെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് പ്രിൻസസ് കട്ടിന് വെട്ടിയ പോലെ തന്നെ തെന്നിപ്പോയി. ഞാൻ വരച്ചു. ഇത്രയും പിടി കിട്ടിയല്ലോ. ഇവിടം വരെ മനസ്സിലായില്ലേ? ഇവിടം വരെ. ഇനി നമ്മൾ ഈ 4 ഇഞ്ച് തന്നെയാണ് ഞാൻ താഴേക്ക് മുഴുവൻ വെക്കുന്നത്. 4 ഇഞ്ച് തന്നെ. ചിലത് എന്ത് ചെയ്യുന്നറിയാവോ? ഈ വേസ്റ്റിൻ്റെ ഭാഗം വരെ വെട്ടിയിട്ട് ബാക്കി ആകെ താഴെ എത്ര വിട്ടുണ്ടോ അതിൻ്റെ പകുതി കണ്ടിട്ട് അങ്ങോട്ട് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ പക്ഷേ 4 ഇഞ്ച് തന്നെ എടുത്ത് താഴേക്ക് അടയാളപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇവിടെ എല്ലാം 4 ഇഞ്ച്, ഇവിടെ എല്ലാം 4 ഇഞ്ച് ഞാനൊന്ന് അടയാളപ്പെടുത്തി വെക്കുവാണേ. ഓക്കെ, ഇവിടെ വരെ മനസ്സിലായില്ലേ? ഇത്രയും നിങ്ങൾക്ക് ഇവിടെ കിട്ടില്ലേ? ഇനി അടുത്തത് നമ്മുടെ ഷേപ്പിൻ്റെ ലൈൻ എന്ന് പറയുന്നത് ഞാൻ 15 എടുക്കുന്നു. 15 ഷേപ്പ് ലൈൻ എന്ന് പറയുന്നത്. അപ്പം ഷേപ്പ് നമുക്ക് എത്ര വേണം? 36-ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 38, 9.5 എടുക്കുന്നു. അവിടെ നിന്ന് 1.5 ഇഞ്ച് സീം അലവൻസ് എടുക്കുന്നു. ഇപ്പം ഇത്ര നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം അത്രയും വരെ അടയാളപ്പെടുത്തി. അപ്പം നമുക്ക് ഈ ലൈൻ താഴേക്ക് കണ്ടിന്യൂ ചെയ്തു പോവുക. ഏതാണ്? പ്രിൻസസ് കട്ടിൻ്റെ 4 എന്ന് പറയുന്ന വര താഴോട്ട് ഈ 4-ൽ കൂടെ നമ്മൾ അങ്ങ് താഴെ വരെ വരയ്ക്കണേ. എഴുന്നേക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുക, പിന്നെ ഞാൻ വരച്ചോളാം. ഇത്രയും വരെ മനസ്സിലായില്ലേ? സാധാരണ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇത്രയേ ഉള്ളൂ. ഇത്രയും വെച്ചിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഇത് വേർതിരിക്കും. പക്ഷേ നല്ല പ്രിൻസസ് കട്ട് വേണമെങ്കിൽ, നല്ല ഷേപ്പിലുള്ള പ്രിൻസസ് കട്ട് വേണമെങ്കിൽ ഈ കുഞ്ഞ് അഭ്യാസം കൊണ്ട് നടക്കത്തില്ല. ഇച്ചിരിയുടെ പണികളുണ്ട്. ഇവിടെ നിന്ന്, അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ഈ പോയിന്റിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് താഴോട്ടും 1/2 ഇഞ്ച് മുകളിലേക്കും മാറ്റി ഒരു പോയിന്റ് ഇടും. മനസ്സിലായോ? എന്നിട്ട് നമ്മൾ
അതെ, ചോക്കിന് ഭയങ്കര വീതി ആയതുകൊണ്ടേ കനം കുറഞ്ഞ് കിട്ടുന്നില്ല. എന്ന് വെച്ചിട്ട് വേണ്ട, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ നമുക്ക് ഇതിലോട്ട് കൊണ്ടുവന്ന് കൂടി യോജിപ്പിക്കാം. കണ്ടോ? ഇങ്ങനെ. ഇത്രയും മനസ്സിലായോ? ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഡോട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ വരച്ചു. അപ്പോൾ ഇത്രയും നമുക്ക് വ്യത്യാസം വന്നു. പിന്നെ നമുക്കുള്ളത് എന്നാന്ന് ചോദിച്ചാൽ, ഇവിടെ നിന്ന് ഈ പ്രിൻസസ് കട്ട് തയ്ക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ശരീരത്തിൻ്റെ നല്ല ഷേപ്പിൽ ഇരിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നല്ല നല്ല ഷേപ്പിൽ. അപ്പോൾ ആ ഷേപ്പ് കിട്ടണമെങ്കിൽ ഈ ഇടയ്ക്കത്തെ ഡാറ്റ, ഇടയ്ക്കുള്ള ഒരു ടക്ക് കൂടെ ഫോം ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ചെയ്യേണ്ടത്, ഇവിടെ നിന്ന് ഇത് തമ്മിൽ എത്ര ദൂരം ഉണ്ടെന്ന് നോക്കിയേ. ഇവർ തമ്മിൽ 4.5 ഉണ്ട്. ആ 4.5 നമുക്ക് താഴേക്കും അടയാളപ്പെടുത്താം. ഈ 4.5 മനസ്സിൽ ഓർക്കുക. എന്നിട്ട് നമുക്ക് ഈ നടുക്കത്തെ പോയിന്റിൽ നിന്ന് അര വേണ്ടേ, അര കൂടുതലാ, ഒരു 1/4 ഇഞ്ച് അപ്പുറത്തോട്ടും 1/4 ഇഞ്ച് ഇപ്പുറത്തോട്ടും നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് ഈ പോയിന്റും ഈ ഇതും തമ്മിൽ നമുക്ക് ഒരു ഇങ്ങനൊരു ടക്കിന് വേണ്ടി ഒന്ന് വരച്ചിടാം. കണ്ടോ? അതുപോലെ താഴോട്ടും. ഒത്തിരി അളവ് എടുത്തിട്ടില്ല, ഒത്തിരി അളവ് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 1/2 ഇഞ്ചൊക്കെ കഷ്ടിച്ച് കൂടുതലാണ്. 1/2 ഇഞ്ച് കൊച്ചു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ 1/2 ഇഞ്ചൊക്കെ എടുക്കാം. അപ്പം ഞാൻ ഈ 1/4 ഇഞ്ച് ഇവിടെ ഇടത്തക്ക രീതിയിൽ, ഈ താഴേക്ക് 4.5, ഈ മേളിലേക്ക് 4.5 അടയാളപ്പെടുത്തി. ഇത്രയും പടി കിട്ടിയല്ലോ. ഇനി നമുക്ക് ഈ ശരിക്കും ഫ്രണ്ട് പാർട്ടാണെങ്കിൽ നമ്മൾ കൈ കുഴിച്ചു വെട്ടണ്ടേ, അത് നമുക്ക് വെട്ടി എടുത്തതിന് ശേഷം കുഴിച്ചു വെട്ടി ആ പീസിൽ നിന്ന് വെട്ടിക്കളയാം കേട്ടോ. ഇനി നമുക്ക് ഇതുകൂടെ ഞാൻ ബാക്കി ഒന്ന് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് വരയ്ക്കട്ടെ. ഹിപ്പിന് 42 എന്നല്ലേ പറഞ്ഞേക്കുന്നത്. 42ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 44, 44ൻ്റെ 4-1 11. ആ 11 അടയാളപ്പെടുത്തുന്നു. അവിടെ നിന്ന് ഏലയിലാണേ, അവിടെ നിന്ന് 1.5 ഇഞ്ചും കൂടെ ഞാൻ മുന്നോട്ട് മാറ്റി വരച്ചു. ഇവരെ എല്ലാം കൂട്ടിച്ചേർത്തതിന് ശേഷം നമുക്കൊരു പണിയുണ്ട്. എന്താ നമ്മുടെ സാധാരണ പണി? പറഞ്ഞു, ഹിപ്പ് സ്കെയിൽ എടുക്കുന്നു, നമ്മൾ നമ്മുടെ ലാസ്റ്റ് പോയിന്റും ഇതും തമ്മിൽ വരയ്ക്കുന്നു അല്ലേ? ഇവിടോ തമ്മിൽ കൂട്ടിച്ചേർത്ത് വരയ്ക്കുന്നു. അതുപോലെ ഇതും തമ്മിലും ഈ പറഞ്ഞ പോലെ വരയ്ക്കുന്നു, ഇങ്ങനെ വരയ്ക്കുന്നു. ഇവിടെ ഇങ്ങനെ പോയിന്റ് ആകരുത്, വേർവായിട്ട് തന്നെ പോകണം. ഇത്രയും നിങ്ങൾക്ക് പിടി കിട്ടിയോ? സാധാരണ ചെയ്തേക്കുന്ന ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതാണ്. നമ്മുടെ 46 ഇഞ്ച് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് മാക്സ് ഫുൾ ഫ്ലെയർ കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടം വരെയും പോകണം, ഇവിടം വരെയും കിട്ടണം. അത് എവിടെ നിന്ന് വരയ്ക്കണം എന്നുള്ളതാണ്. ഇവിടെ നിന്ന് വരയ്ക്കണോ, ഇവിടെ നിന്ന് വരയ്ക്കണോ, 2 രീതിയിലും നമുക്ക് ചെയ്യാം. നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇങ്ങനെ ഹിപ്പിൻ്റെ ഇവിടെ നിന്ന് നമ്മളിത് ഇങ്ങനെ വരച്ച് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നേ അല്ലേ? ഫ്ലെയർ കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പണി ചെയ്യാം. ഹിപ്പിൻ്റെ ഇവിടുന്ന് പിടിക്കാതെ ഈ നമ്മുടെ വേസ്റ്റ് ഇടഭാഗമില്ലേ, ഇവിടുന്ന് പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ, എനിക്കിപ്പം തുണിക്ക് വീതി ഇല്ലാത്തത് കൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്നേ പിടിച്ച് ചെയ്യാം. മനസ്സിലായോ? അല്ലാതെ ഇപ്പോൾ ഇവിടെ ഇറുകി കിടക്കണം നിർബന്ധം. ഇവിടെ നമുക്ക് നല്ല ഷേപ്പ് കിട്ടിയാൽ മതി, ബാക്കി കുറേ കൂടെ ഫ്ലെയർ കിട്ടും. അപ്പോൾ എനിക്ക് തുണി ഇല്ലാത്തത് കൊണ്ട് ഞാൻ എവിടുന്നാണ് പിടിക്കുന്നത്? ഹിപ്പിൻ്റെ ഇവിടുന്ന് ഈ താഴേക്ക് മാക്സിമം അടയാളപ്പെടുത്തുന്നു. ഇത്രയും പിടി കിട്ടിയോ? അപ്പം നമുക്ക് നമ്മുടെ ഫ്രണ്ട് പോർഷൻ ആയി കഴിഞ്ഞു. നമ്മുടെ ഫ്രണ്ട് പോർഷൻ നമുക്ക് കിട്ടി. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഇവിടെ കട്ട് ചെയ്യുന്നില്ല, ബാക്കി കട്ട് ചെയ്യാം. ഞാൻ നമ്മളാ പറഞ്ഞ അളവിൽ കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മൾ ഇത് ഇവിടെ കട്ട് ചെയ്തെടുക്കത്തില്ലേ, ഇത് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ തയ്ക്കുമ്പോൾ എങ്ങനെയാണെങ്കിലും 1/4 ഇഞ്ച് നമുക്കിവിടെ നഷ്ടപ്പെടുകയല്ലേ. അതുകൊണ്ട് ആ 1/4 ഇഞ്ച് ഞാൻ എക്സ്ട്രാ ഈ ഫ്രണ്ട് പീസിൽ പാർട്ടിൽ കൂടുതലെടുക്കും. ബാക്ക് പാർട്ടിലില്ല, ഫ്രണ്ട് പാർട്ടിൽ 1/2 3/4 ഇഞ്ച് എക്സ്ട്രാ അതേ അളവിൽ ഞാൻ ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടി വന്നാൽ ഉപയോഗിക്കാനാണ്, ഇല്ലെങ്കിൽ സാരമില്ല, നമുക്ക് ഇതിലൂടെ തന്നെ തയ്ച്ചു. കാരണം ഇവിടെ നമുക്ക് തയ്ച്ച് വരുമ്പം എങ്ങനെയാണല്ലോ 1/4 ഇഞ്ച് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്. പ്രത്യേകിച്ച് തുടക്കക്കാർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ബാക്ക് പാർട്ട് വെട്ടിയെടുക്കാം. നമ്മൾ ആ അളവിലൂടെ
നമ്മൾ വരച്ചിരിക്കുന്ന അളവിലൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, നമ്മുടെ യഥാർത്ഥ വരയിൽ നിന്ന് ഒരു കഷ്ടിച്ച് ഒരു 1/2 ഇഞ്ച് കൂടുതലെടുത്താണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗം ഞാൻ കൂടുതൽ എടുത്തിട്ടില്ല. അപ്പം പക്ഷെ തയ്ക്കുമ്പോൾ നമുക്ക് പോവുകയല്ലേ, അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് കൂടുതൽ അളവ് എടുക്കുന്നത്. അപ്പം നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ കാര്യങ്ങൾ കഴിയും. ബാക്ക് പാർട്ടിൽ മുമ്പ് വരച്ചതിൻ്റെ പാടുണ്ട്, അതുകൊണ്ട് എനിക്കിനി പ്രത്യേകിച്ച് വരയ്ക്കണ്ടല്ലോ, അതിനാണ് നോക്കുന്നത്. നിങ്ങൾക്ക് കാണാമോ? ആ വരച്ചേക്കുന്ന പാട് കാണാമോ? വേണ്ട, എനിക്കിത് കാണാം. ഇത് കണ്ടോ? ഇവിടം വരെയും നമ്മൾ അടയാളപ്പെടുത്തിയേക്കുന്നുണ്ടോ? വര പോയേക്കുന്ന കാണാമോ നിങ്ങൾക്ക്? ഇതിൻ്റെ കാണാം. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ അടയാളപ്പെടുത്തുകയാണേ. ഇത് നെക്കിൻ്റെ 3.5 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് താഴേക്കുള്ള ഇറക്കം കാണാനുണ്ട്. നമുക്ക് ഈ പീസ് തന്നെ എടുത്ത് വെക്കാം. ഈ പീസ് തന്നെ എടുത്ത് വെച്ചിട്ട് കറക്റ്റ് ഇറക്കം നോക്കി അടയാളപ്പെടുത്തുന്നു. നമുക്ക് ഇനിയും നമുക്ക് ഇതിൻ്റെ ഫ്ലെയർ കാണാനായിട്ട് ആ ഫ്രണ്ടിൻ്റെ പീസ് തന്നെ നമുക്ക് വെക്കാം. അപ്പം കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെയല്ലേ ഇരുന്നേ. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തെടുക്കാവേ. തുണി എടുത്ത് തയ്ച്ചെന്ന് നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. ഈ തുണി എടുത്ത് തയ്ക്കാൻ കാരണം നിങ്ങൾക്ക് ഈ പ്രിൻസസ് കട്ട് അല്ലാത്ത തുണിയിൽ തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് തയ്യൽ കാണാൻ പറ്റത്തില്ല. ഈ ഡിസൈനുള്ള തുണിയിൽ തയ്ക്കുമ്പം തയ്യൽ കാണാൻ പറ്റാത്ത കൊണ്ടാണ് ഞാനിന്ന് ഒറ്റ കളറിൽ പ്രിൻസസ് കട്ട് കാണിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഒരു കാര്യം ഇവിടെ പറഞ്ഞില്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് ഞാൻ ഫ്ലെയർ തരാമെന്ന് പറഞ്ഞു, പക്ഷേ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലല്ലോ നമുക്ക് ഫ്ലെയറിന് എന്ത് ചെയ്യണം എന്നുള്ളത്. ഇത്രയും ഫ്ലെയർ ഞാൻ ഇത് 17 ഇഞ്ച് തുണിയാൽ എന്നാ ഫ്ലെയറാ, വളരെ കുറവല്ലേ. ഇത് കണ്ടോ നിങ്ങൾ, നമ്മൾ കട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയില്ലേ? ഈ പീസ് ഇങ്ങനെയല്ലേ കിട്ടിയേക്കുന്നത് കട്ട് ചെയ്തപ്പോൾ ഇവിടെ നിന്ന്, അല്ലേ? വേണ്ട, ഇങ്ങനെയല്ലേ കട്ട് ചെയ്ത് കിട്ടിയത്. ഇത് നമ്മൾ നേരെ തിരിച്ച് ഇങ്ങനെ തിരിച്ച് വെക്കുന്നു. ഇത് കണ്ടോ, ഇങ്ങനെ തിരിച്ച് വെക്കുമ്പോൾ നമുക്ക് മാക്സിമം ഈ തുണിയും കൂടെ ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്യാം. എവിടം വരെ വേണം ഈ അറ്റാച്ച് ചെയ്യാനായിട്ട്? ഈ ഹിപ്പിൻ്റെ ഇവിടം വരെ മതി, മേളിലോട്ട് വേണ്ട. ഈ ഹിപ്പിൻ്റെ ഇവിടം വരെ നമുക്ക് മാർക്ക് ചെയ്താൽ മതി കേട്ടോ. ഇതല്ലേ നമ്മുടെ ഹിപ്പ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഹിപ്പിൻ്റെ ഇവിടം വരെ നമുക്കൊരു കുറച്ച് കിട്ടിയാൽ മതി. ഇവിടെ നമുക്കിതിനെ സ്കെയിലിന് തന്നെ ഷേപ്പിൽ നമ്മൾ ഇങ്ങനെ എടുക്കണം. നമുക്ക് മാക്സിമം ഇത് കിട്ടുന്ന പോലെ കിട്ടത്തക്ക രീതിയിൽ നമുക്കിങ്ങനെ വരയ്ക്കാം. കണ്ടല്ലോ, ഇതും കൂടെ നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങോട്ട് വെക്കും. കണ്ടല്ലോ, ഇത് ബാക്ക് പാർട്ടിന്. ഇതുപോലെ തന്നെ ഫ്രണ്ട് പാർട്ടിൻ്റെ ബാക്കിയും നമുക്ക് അതിലോട്ട് അറ്റാച്ച് ചെയ്യാം. ഫ്രണ്ട് പാർട്ടിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ, ഇതല്ലേ ഫ്രണ്ട് പാർട്ടിൻ്റെ അരികിലേക്ക് ഇതെടുത്ത് വെച്ചേക്കരുത്. നമുക്കിതാണ് അതിൻ്റെ മിച്ചം നിൽക്കുന്ന തുണി അല്ലേ. ഇതിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെക്കാം. അപ്പം നമുക്കിവിടെ കുറച്ച് കിട്ടും. കണ്ടോ, ഇവിടെ വരെ കിട്ടും. ഇവിടെ നിന്ന്
ഇവിടെ നിന്ന് മാക്സിമം എടുക്കാം. ഇത്രയും തുണി വേണ്ട, നമുക്ക് ഇത്രയും തുണി കൊണ്ട് ലോങ് സ്ലീവോ ഷോർട്ട് സ്ലീവോ എന്ത് വേണേലും ചെയ്യാം അല്ലേ. ഇഷ്ടംപോലെ നീളവും വീതിയൊക്കെ ഉണ്ട്. നമുക്ക് നീളമുള്ള കൈ അങ്ങ് എടുത്താലോ. അല്ലേ, 10.5 വീതിയുണ്ട്. നീളം എന്ന് പറയുന്നത് 16 ഇഞ്ചുണ്ട്. അതിരിക്കട്ടെ. അപ്പോൾ ഒരു നല്ല നീളമുള്ള കൈ വെച്ച് നമുക്കിത് തയ്ക്കാം. അപ്പോൾ ഇതൊട്ടും ഞാൻ വെട്ടിക്കളയുന്നില്ല. ഇത് കണ്ടല്ലോ, ഇത് മടക്കിയ ഭാഗം, ഇത് ഓപ്പണായ ഭാഗം. ഇവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ കൈയുടെ ഇറക്കം എന്ന് ഇറക്കമല്ല, ഈ ഷേപ്പ് എന്ന് പറയുന്ന ഒരു 3.25 മിച്ചം. 4 കറക്റ്റ് എടുത്തില്ല, 3.25 മിച്ചം എടുത്തിരിക്കുന്നു. കണ്ടല്ലോ. എന്നിട്ട് നമ്മൾ എന്നാ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. എനിക്ക് എത്രയാ അവിടെ നമ്മൾ കണ്ടത് 9 അല്ലേ. അപ്പോൾ 9 വരുമ്പോൾ ഇവിടെ നിന്ന് ഈ ലൈനിലേക്ക്, അതായത് ഇത് കണ്ടിന്യൂ ചെയ്യുന്ന ഈ ലൈനിലേക്ക് 9 ഇഞ്ച് ഇവിടെ വരും. നോക്കി വെച്ചാൽ മതി. കണ്ടല്ലോ, 9 ഇഞ്ച് ഇവിടെ വരും. അപ്പം നമുക്ക് ഇത്രയും മതി. ബാക്കി എക്സ്ട്രാ അവിടെ കിടന്നോട്ടെ. ഒരു ഇച്ചിരി കൂടുതലുണ്ടെങ്കിൽ ഞാനിവിടെ 2 ഞുറിച്ചിൽ, ചെറിയ ഞുറിച്ചിൽ ഇട്ടോളാം. അപ്പം നമുക്കെങ്ങനെ വരും, ചുട്ട് നീട്ടിയെടുക്കാവേ. മുറിച്ചിലിടാനായിട്ടാണേ. കണ്ടല്ലോ ഷേപ്പ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഇതിലേക്ക് കിട്ടും. ഫുൾ ഇറക്കാൻ കിടന്നോട്ടെ. കൈയുടെ അടിവണ്ണം 6 ഇഞ്ച് എടുക്കുന്നു. അവിടെ നിന്നൊരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുന്നു. നമുക്ക് ഇത് വരയ്ക്കുന്നില്ല, കാരണം നമുക്ക് കൂടുതൽ കയറ്റി ചെയ്യാൻ വേണ്ടിയാണ്. രണ്ട് പാട്ട് കുഴിച്ചു വരാം. രണ്ട് ചേർത്ത് വെക്കുന്നു. രണ്ടിൻ്റെയും ഫ്രണ്ട് ഭാഗം നമുക്കൊരു 1/2 ഇഞ്ച് അപ്പോൾ നമുക്കിനി സ്റ്റിച്ചിങ് വീഡിയോയുമായിട്ട് കാണാം കേട്ടോ.